Hi, welcome to Happy School. So, നമ്മൾ ഇന്ന് ഹിസ്റ്ററിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള നാഷണലിസം ഇൻ ഇന്ത്യ ആണ് നോക്കാൻ പോകുന്നത്. So, what is nationalism? എന്താണ് nationalism? Nationalism is basically the sense of love and unity towards our nation and people. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യ വൺസ് ബ്രിട്ടൻ്റെ കോളനി ആയിരുന്നു. ഒരുപാട് കാലം നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളത്. അപ്പം നമ്മുടെ ഈ നാഷണൽ മൂവ്മെൻറ്റ്, ഇന്ത്യൻ്റെ ഈ നാഷണൽ മൂവ്മെൻറ്റ്, നാഷണൽ ഫ്രീഡത്തിലുള്ള സ്ട്രഗിൾ എന്ന് പറയുന്നത് പല കാലഘട്ടങ്ങളായിട്ട് നമുക്ക് തിരിക്കാവുന്നതാണ്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ പല ഗ്രൂപ്പ്സ്, പല ചെറിയ ഗ്രൂപ്പ്സും, പ്രിൻസ്ലി സ്റ്റേറ്റ്സും, അതല്ലാതെയുള്ള പെസൻറ്റ് ഗ്രൂപ്പ്സൊക്കെ ഓരോ ഗ്രൂപ്പുകളായിട്ടാണ് ഈ കൊളോണിയൽ ശക്തിക്കെതിരെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഒരു പീരീഡ് കഴിഞ്ഞപ്പോൾ ഒരു നാഷണൽ മൂവ്മെൻറ്റ് എന്നുള്ള ഒരു യൂണിറ്റിയിലേക്ക്, അതിനുശേഷം നമുക്കൊരു വലിയൊരു ശത്രുവിന് നേരെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി നിന്നാലേ ശക്തി ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് പോലെ നാഷണൽ മൂവ്മെൻറ്റ് ഒരു കുടക്കീഴിൽ കൂടിച്ചേർന്ന് നിന്നിട്ട് ഒരു മൂവ്മെൻറ്റായി, നാഷണൽ മൂവ്മെൻറ്റായിട്ട് മാറുന്നത് 1920s ആ കാലഘട്ടത്തിലേക്ക് കൂടിയാണ്. നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത് 1919കളിൽ തൊട്ടുള്ള നാഷണൽ മൂവ്മെൻറ്റ്, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റും നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റും ആ ഭാഗത്തൂടെയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ 1919 എന്ന് പറയുന്നത് കാലഘട്ടം, 1919നോട് കൂടിയിട്ടാണ് നമ്മുടെ നാഷണൽ മൂവ്മെൻറ്റ് വേറെ ഒരു തലത്തിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണത്? ഈ 1919നോട് കൂടിയാണ്, അല്ലെങ്കിൽ ആ സമയത്താണ് നമ്മുടെ നാഷണൽ മൂവ്മെൻറ്റ് കുറച്ചും കൂടി വേറൊരു തലത്തിലേക്ക്, വേറെ ന്യൂ കൈൻഡ് ഓഫ് സ്ട്രഗിൾസ്, അല്ലെങ്കിൽ കുറച്ചും കൂടി പല സോഷ്യൽ ഗ്രൂപ്പ്സിനെ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു മൂവ്മെൻറ്റ് ആ രീതിയിലോട്ട് വരുന്നത്. എന്തുകൊണ്ടാണത്? ഈ 1919 എന്ന് പറയുന്ന ആ കാലഘട്ടം എന്ന് പറയുന്നത് ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷമുള്ള ഒരു പീരീഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറയുന്നത് അലൈഡ് പവേഴ്സും സെൻട്രൽ പവേഴ്സും തമ്മിലുള്ള ഗ്ലോബൽ കോൺഫ്ലിക്റ്റ് ആയിരുന്നു. ബ്രിട്ടൻ അലൈഡ് പവേഴ്സിന്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ വേൾഡ് വാറിന് ശേഷം ബ്രിട്ടന്റെ മറ്റു കോളനികളെ പോലെ തന്നെ ആരെയും ഭയങ്കര സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്, ഇന്ത്യയെയും ബാധിച്ചിട്ടുണ്ട്. ഹൗ? ഡിഫൻസ് എക്സ്പെൻഡിച്ചർ, അതായത് ബ്രിട്ടൻ്റെ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ വളരെ കൂടി. അങ്ങനെ ആ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്തത് ബ്രിട്ടൻ്റെ കോളനികളിൽ ടാക്സ് ഇമ്പോസ് ചെയ്തിട്ടും ടാക്സ് കൂട്ടിയിട്ടൊക്കെയാണ്. ഡിഫൻസ് സ്പെൻഡിങ്സ്, ടാക്സസ് ഇൻക്രീസ് ചെയ്തു, അതുകൊണ്ട് തന്നെ പ്രൈസസ് കൂടി. പിന്നെ വില്ലേജുകളിലൊക്കെ ഫോഴ്സ്ഡ് മിലിറ്ററി റിക്രൂട്ട്മെന്റ് അവർ ഫോഴ്സ് ചെയ്തുകൊണ്ടിരുന്നു. റൂറൽ ഏരിയാസ് ഇറപ്റ്റഡ് ഇൻ ഏങ്കർ ഓർ ഫോഴ്സ്ഡ് മിലിറ്ററി സർവീസ്. ഫോഴ്സ്ഡ് മിലിറ്ററി സർവീസ് ഇവർ ആവശ്യപ്പെടുമ്പോൾ തന്നെ, അതുകൊണ്ട് തന്നെ എന്തു പറ്റി, ഈ വില്ലേജുകളിലൊക്കെ ഇവർക്കെതിരെ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ശക്തമായിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ദാരിദ്ര്യമാണെങ്കിലും പ്രൈസ് ഷോർട്ടേജും അഗ്രികൾച്ചറിലുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ദാരിദ്ര്യത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജനങ്ങൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. അപ്പോൾ ഈ ഒരു യുദ്ധത്തോടുകൂടി ഇതെല്ലാം അവസാനിക്കും എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് യുദ്ധം കഴിയുന്നതോട് കൂടിയിട്ട് ഇത് കൂടി എന്നല്ലാതെ കുറയുന്നില്ല. അപ്പോൾ എന്തു പറ്റി? ആ ഒരു സമയത്ത് ജനങ്ങളെല്ലാവരും കുറച്ചും കൂടെ കൂടുതലായിട്ട് സ്ട്രഗിൾ ചെയ്തേ മതിയാവൂ, ഈ കൊളോണിയൽ ഒപ്രഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് ഇനിയും പ്രവർത്തിച്ചേ മതിയാവൂ എന്ന് മനസ്സിലാക്കുകയാണ്. അപ്പം ഈ ഒരു പീരീഡ്, ഈ ഒരു സമയത്താണ് മഹാത്മാഗാന്ധിയുടെ എൻട്രിയും മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ, കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പുതിയൊരു തലത്തിലേക്ക് നമ്മുടെ നാഷണൽ മൂവ്മെന്റ് മാറുകയും ചെയ്യുന്നത്. സോ 1915 കൂടിയാണ് ഗാന്ധിജി ഇന്ത്യയിലേക്ക് എത്തുന്നത്. അതുവരെ സൗത്ത് ആഫ്രിക്കയിലെ റേസിസ്റ്റ് റെജീമിനെതിരെ ഒരു സത്യാഗ്രഹം എന്ന് പറയുന്ന ന്യൂ മാസ് അജിറ്റേഷൻ, സത്യാഗ്രഹത്തിലൂടെ അവിടുത്തെ അനീതികൾക്കെതിരെ പോരാടിയിട്ടാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇന്ത്യയിലുള്ള ഈ സ്ട്രഗിളിലും സത്യാഗ്രഹ എന്നുള്ള ഐഡിയോളജി കൂടുതൽ ആയിരുന്നു ഗാന്ധിയുടെ ഉദ്യമം. എന്താണ് സത്യാഗ്രഹ? ബേസിക്കലി ഗാന്ധിയൻ ഐഡിയോളജിയിലെ സത്യാഗ്രഹം എന്ന് പറയുന്നത് സെർച്ച് ഫോർ ദ ട്രൂത്ത്, സത്യത്തിന് വേണ്ടിയിട്ട്, അനീതിക്കെതിരെ പോരാടാൻ എന്തിൻ്റെ ആവശ്യമില്ല, ഒരു ഫിസിക്കൽ അജിറ്റേഷൻ്റെ ആവശ്യമില്ല എന്നാണ് ഗാന്ധിയുടെ ഐഡിയോളജി. ആ ഒരു കാര്യത്തിലും ആ ഒരു സത്യാഗ്രഹം എന്നുള്ള ഒരു ഐഡിയയിലൂടെ തന്നെ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റും കൊണ്ടുപോകാനാണ് ഗാന്ധിജി നോക്കിയത്. അപ്പോൾ ഈ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ള ഇനീഷ്യൽ സ്റ്റേജസിൽ ഗാന്ധിജി കുറച്ച് മൂവ്മെൻറ്റ്സിന് ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തേത് 1917 ചമ്പാരൻ സത്യാഗ്രഹം. ബീഹാറിലുള്ള ചമ്പാരനിലെ പ്ലാന്റേഷൻ തൊഴിലാളികൾക്ക്
അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള, അതായത് പ്ലാന്റേഷൻ, ഒപ്രസീവ് പ്ലാന്റേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു 1917 ചമ്പാരൻ മൂവ്മെന്റ്. അതിൻ്റെ ശേഷം 1917 തന്നെ ഗുജറാത്തിലെ ഖേഡ ഡിസ്ട്രിക്റ്റിലുള്ള പെസൻസിന് വേണ്ടിയിട്ട്, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു. അതിനുശേഷം 1918 അഹമ്മദാബാദിലെ കോട്ടൺ മിൽ വർക്കേഴ്സിന്റെ റൈറ്റ്സിന് വേണ്ടിയിട്ടും. അപ്പം ഈ 3 മൂവ്മെന്റും ഏകദേശം ഒരു സക്സസ്ഫുൾ എന്ന് പറയാവുന്നത് പോലെ ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം ഓരോ ചെറിയ ചെറിയ ഭാഗങ്ങളിൽ, ഇപ്പം അഹമ്മദാബാദിൽ, അതല്ലെങ്കിൽ ചമ്പാരനിൽ, അങ്ങനെ ഓരോ റീജിയനിലായിരുന്നു. അപ്പൊ ഗാന്ധിജിക്ക് ഇത് സക്സസ്ഫുൾ ആയതിന് ശേഷം ഒരു നാഷണൽ മൂവ്മെന്റ്, ഈ ഒരു രീതിയിൽ തന്നെ ഒരു നാഷണൽ മൂവ്മെന്റ് കൊണ്ടുവരണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവുക. അങ്ങനെ 1919 റോളറ്റ് ആക്ടിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു നാഷണൽ വൈഡ് മൂവ്മെന്റിന്, സത്യാഗ്രഹ മൂവ്മെന്റിന് ഗാന്ധിജി ആഹ്വാനം ചെയ്യുകയാണ്. അപ്പൊ എന്താണ് റോളറ്റ് ആക്ട് എന്ന് പറയുന്നത്? റോളറ്റ് ആക്ട് ആണ് ബേസിക്കലി പൊളിറ്റിക്കൽ പ്രിസണേഴ്സിനെ വിചാരണ കൂടാതെ അപ് ടു 2 years, 2 വർഷം വരെ തടവിൽ വെക്കാവുന്ന ഒരു ആക്ട് ഗവൺമെന്റ് പാസ്സാക്കുകയാണ്. അപ്പൊ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു നോൺ വയലന്റ് മൂവ്മെന്റിന് ആഹ്വാനം കൊടുക്കുകയാണ് ഗാന്ധിജിന്റെ നേതൃത്വത്തിൽ. അങ്ങനെ ഏപ്രിൽ 6 എന്ത് ചെയ്യുന്നു? ഹർത്താൽ ചെയ്യുന്നു, ഹർത്താൽ തുടങ്ങുന്നു. പീസ്ഫുൾ ആയിട്ടുള്ള പൊസിഷൻസും കാര്യങ്ങളും ഒക്കെ നടക്കുന്നു. റാലി ഉണ്ടാവുന്നു, സാധാ ഹർത്താൽ പോലെ തന്നെ ഷോപ്സ് ഒക്കെ അടയ്ക്കുന്നു, അങ്ങനെ കാര്യങ്ങൾ ഉണ്ടാവുന്നു. അങ്ങനെ ഏപ്രിൽ 10 ഇതേപോലുള്ള ഒരു പീസ്ഫുൾ പൊസിഷന്റെ നേരെ പോലീസ് വെടിയുതിർക്കുകയാണ്. അത് എന്തുപറ്റി? അങ്ങനെ ആ ഒരു മൂവ്മെന്റോട് കൂടിയിട്ട് ആൾക്കാരെല്ലാവരും അലേർട്ട് ആവുകയാണ്. ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ഒരുപാട് പേര് പരിക്ക് പറ്റുന്നു, ഒരുപാട് പേര് മരിക്കുന്നു. റെയിൽവേ സ്റ്റേഷനുകൾക്ക് നേരെയും പോസ്റ്റ് ഓഫീസുകൾക്ക് നേരെയും, അതായത് ഗവൺമെന്റ് ഓഫീസുകൾക്ക് നേരെയൊക്കെ ജനങ്ങൾ ആക്രമണം അഴിച്ചുവിടുന്നു. അതോടുകൂടിയിട്ട് സിറ്റിയിൽ എന്ത് ചാർജ് ചെയ്യപ്പെടുന്നു? മെയിൻലി മാർഷ്യൽ ലോ ചാർജ് ചെയ്യപ്പെടുന്നു. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ജനറൽ ഡയർ ചാർജ് എടുക്കുന്നു. ജനറൽ ഡയറിന്റെ ഈ ചാർജ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഏപ്രിൽ 13, അപ്പം നമ്മുടെ ഏപ്രിൽ 6 ഹർത്താൽ കഴിഞ്ഞ് ഏപ്രിൽ 13 നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ബ്രൂട്ടൽ ആയിട്ടുള്ള ജാലിയൻ വാലാബാഗ് മസാക്കർ നടക്കുന്നത് ജനറൽ ഡയറിന്റെ നേതൃത്വത്തിൽ. അതുപോലെ ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ്. അതായത് പുറത്തേക്കുള്ള എൻട്രി എക്സിറ്റ് മാത്രമുള്ള ഒരു ക്ലോസ്ഡ് ഗ്രൗണ്ട്. അപ്പം ഇതിൻ്റെ ഉള്ളിലാണ് ഒരുപാട് പേര് തടിച്ചു കൂടിയിട്ടുണ്ട്. അതിൽ പകുതിയിൽ അല്ലെങ്കിൽ കുറച്ച് പേരൊക്കെ തന്നെ ഇതേപോലെ ഗവൺമെന്റിന്റെ ഓപ്പറേഷൻ കാര്യങ്ങൾക്കൊക്കെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വന്നവരായിരുന്നു. പക്ഷേ മോസ്റ്റ് ഓഫ് ദി ആൾക്കാർ എന്തിനു വന്നതാണ്? ആനുവലി നടക്കുന്ന ബൈസാക്കി ഫെയറിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നവരാണ്. അതും ആ ഒരു സിറ്റിയിൽ നിന്ന് പുറത്തുള്ളവരാണ്. അപ്പൊ അവർക്ക് അറിയില്ല സിറ്റിയിൽ മാർഷ്യൽ ലോ ഇമ്പോസ് ചെയ്ത കാര്യങ്ങളൊന്നും അവർക്കറിയില്ല. അപ്പൊ വിത്തൗട്ട് എനി പ്രൊവോക്ക് എന്ത് ചെയ്യുന്നു? ജനറൽ ഡയർ അവിടുത്തെ 2 ഗേറ്റുകളും, അതായത് എൻട്രി എക്സിറ്റ് ഗേറ്റുകൾ ക്ലോസ് ചെയ്തിട്ടുള്ള ആ ഒരു ഗ്രൗണ്ടിലേക്ക് മിലിറ്ററീനെ വെച്ചിട്ട്, അവിടുത്തെ പോലീസ് ഫോഴ്സിനെ വെച്ചിട്ട് വെടിവെക്കാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും മരണപ്പെടുകയാണ്. അങ്ങനെ പീസ്ഫുൾ ആയിട്ട് വന്നിരുന്ന ആ ഒരു പൊസിഷൻ, ആ ഒരു മാർച്ച് അല്ലെങ്കിൽ ആ ഒരു പ്രൊട്ടസ്റ്റ് മൊത്തത്തിലൊരു ബ്ലഡ് ഷെഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിട്ട് മാറുന്നു. മൊത്തത്തിൽ ആൾക്കാർ എല്ലാവരും മരിച്ചു പോകുന്നു, കുറേ പേര് പരിക്ക് പറ്റുന്നു. ഈ ഒരു ഇൻസിഡന്റ് ഇന്ത്യയിലാകമാനം ഭയങ്കരമായിട്ട് കോളിളക്കം സൃഷ്ടിക്കുകയാണ്. ഈ ഒരു ഇൻസിഡന്റിന്റെ ഭാഗമായിട്ടുള്ള കാര്യത്തിൽ ജനറൽ ഡയർ പറയുന്നത് എന്താ വെച്ചാൽ, എന്തായിരുന്നു ഈ ഒരു മൂവിന്റെ അവരുടെ ഈ പോലീസിന്റെ ഭാഗത്തുനിന്ന്, മിലിറ്ററിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു മൂവിന്റെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു എന്നുള്ളത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സത്യാഗ്രഹീസിനെ ഒന്ന് ടെററായിരുന്നു, അവരെ ഒന്ന് ഭീതിപ്പെടുത്തണം. അതായിരുന്നു ഇങ്ങനെയുള്ളൊരു ഒരു ഹീനമായിട്ടുള്ള ആക്ടിന്റെ പിറകിലുണ്ടായിരുന്ന അയാളുടെ ഉദ്ദേശം. അപ്പം മൊത്തത്തിൽ ഒരു നോൺ വയലന്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് തുടങ്ങിയിട്ടുള്ള ഒരു മൂവ്മെന്റ് ബ്ലഡ് ഷെഡ് ആയിട്ടുള്ള വയലൻസിലോടുള്ള ഒരു മൂവ്മെന്റിലേക്ക് മാറുകയാണ്. അങ്ങനെ ഗാന്ധിജി എന്ത് ചെയ്യുന്നു? റോളറ്റ് മൂവ്മെന്റ് കോൾ ഓഫ് ചെയ്യുന്നു. ഈ റോളറ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഒരു വൈഡായിട്ട് തുടങ്ങിയിട്ടുള്ളതായിരുന്നെങ്കിലും നോർത്തേൺ ഇന്ത്യയിലുള്ള കുറച്ച് ഭാഗങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു ഈ മൂവ്മെന്റ്. അതുകൊണ്ട് തന്നെ ഗാന്ധി വാണ്ടഡ് ടു
ഒരു ബ്രോഡർ ആസ്പെക്റ്റിലുള്ള ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ ഗാന്ധിജിക്ക് അറിയാം ഈ ഒരു ഇങ്ങനെ ഇന്ത്യയിൽ ആകമാനം പടർന്നു കിടക്കുന്ന ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഹിന്ദു കമ്മ്യൂണിറ്റിൻ്റെയും മുസ്ലിം കമ്മ്യൂണിറ്റിൻ്റെയും യുണൈറ്റഡ് ആയിട്ടുള്ള ഒരു കോപ്പറേഷൻ വേണം. ഈ രണ്ട് കമ്മ്യൂണിറ്റി ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ ഈ ഒപ്രസർക്കെതിരെ മാസ് മൂവ്മെന്റ് അല്ലെങ്കിൽ അജിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിനുള്ളൊരു ഐഡിയ വേണം. ആ സമയത്താണ് ഖിലാഫത്ത് ഇഷ്യൂ കടന്നു വരുന്നത്. അപ്പോൾ എന്താണ് ഖിലാഫത്ത് ഇഷ്യൂ? അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ടർക്കിയിലെ ഓട്ടോമൻ എംപയറിൻ്റെ ഡിഫീറ്റോടുകൂടിയാണ് ഫസ്റ്റ് വേൾഡ് വാർ അവസാനിക്കുന്നത്. അപ്പോൾ ഒരു റൂമർ സ്പ്രെഡ് ചെയ്യാണ് എന്താണെന്ന് വെച്ചാൽ, ഓട്ടോമൻ എംപറർ, അതായത് ഖലീഫ, മുസ്ലിം വേൾഡിൻ്റെ ഹെഡ് എന്ന് പറയുന്ന ഖലീഫ, ഈ ഓട്ടോമൻ എംപററിൻ്റെ മുകളിൽ ഒരു ഹാർഷായിട്ടുള്ള പീസ് ട്രീറ്റ് ഇമ്പോസ് ചെയ്യാൻ പോവാണ് എന്നുള്ളൊരു റൂമർ പടരുന്നത്. അപ്പോൾ ടു ഡിഫെൻഡ് ദ ടെമ്പോറൽ പവർ ഓഫ് ഖലീഫ എന്ത് സംഭവിക്കുന്നു? ഈ മുംബൈയിൽ വെച്ചിട്ട് 1919 മാർച്ചിൽ ഒരു ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിക്കുന്നു. അങ്ങനെ മുഹമ്മദ് അലിനെയും ഷൗക്കത്ത് അലിയെയും പോലെയുള്ള യങ് ജനറേഷൻ ഓഫ് ലീഡേഴ്സ് ഗാന്ധിജീനെ വന്ന് കാണാണ്. ഈ ഖിലാഫത്ത് ഇഷ്യൂവിൽ ഒരു യൂണിഫൈഡ് മാസ് മൂവ്മെൻറ്റിൻ്റെ സാധ്യതയെ പറ്റിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഗാന്ധിജിക്ക് എന്ത് മനസ്സിലാവുന്നത്? ഈ ഒരു ഇഷ്യൂ മുസ്ലിം കമ്മ്യൂണിറ്റീനെ ഈ ഒരു യൂണിഫൈഡ് നാഷണൽ മൂവ്മെൻറ്റ് എന്നതിൻ്റെ ഉള്ളിലേക്ക് മുസ്ലിം കമ്മ്യൂണിറ്റീനെയും കൂടെ ചേർത്ത് പിടിക്കാൻ പറ്റിയ ഒരു അവസരമായിട്ട് ഇതിനെ എടുക്കാമെന്ന് ഗാന്ധിജിക്ക് മനസ്സിലാവുന്നു. അങ്ങനെ 1920 സെപ്റ്റംബറിൽ കൽക്കട്ടയിൽ വെച്ച് നടക്കുന്ന കോൺഗ്രസ് സെഷനിൽ ഗാന്ധിജി മറ്റ് കോൺഗ്രസ് ലീഡേഴ്സിനെയും കൺവീൻസ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? ഖിലാഫത്ത് മൂവ്മെൻറ്റും അതേപോലെ സ്വരാജ് മൂവ്മെൻറ്റും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് നമ്മുടെ കോൺഗ്രസ് ലീഡേഴ്സിനെ കൺവീൻസ് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് എന്ത് സ്റ്റാർട്ട് ചെയ്യാൻ? ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. ബേസിക്കലി എന്താണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്? ഗാന്ധിജിയുടെ, മഹാത്മാഗാന്ധിൻ്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്ത്യൻസിൻ്റെ കോപ്പറേഷൻ കൊണ്ടാണ്, ഇന്ത്യക്കാരുടെ സഹകരണം കൊണ്ടാണ് ബ്രിട്ടീഷുകാരുടെ ഭരണം ഇവിടെ വിജയിക്കുന്നത്. അപ്പം നമ്മൾ ഇത് അവരുമായിട്ട് സഹകരണം നിർത്തുന്നോ അന്ന്, അതായത് ഒരു വിത്തിൻ 1 ഇയർ അവർക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും. അങ്ങനെ ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആവാൻ പറ്റും എന്നായിരുന്നു ഗാന്ധിജിയുടെ ഒരു ധാരണ. അപ്പോൾ ഗാന്ധിസ് വിഷൻ എന്ന് പറയുന്നത്, ബ്രിട്ടീഷ് റൂൾ സർവൈവ്സ് ഓൺ ഇന്ത്യാസ് കോർപ്പറേഷൻ. ഇന്ത്യൻസിൻ്റെ കോർപ്പറേഷൻ കൊണ്ട് മാത്രമാണ് ബ്രിട്ടീഷ് റൂൾ നമ്മുടെ നാട്ടിൽ സർവൈവ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നോൺ കോർപ്പറേഷൻ എന്ന് പറയുന്നത്? നമ്മുടെ എല്ലാ കോർപ്പറേഷനും വിത്ഡ്രോ ചെയ്യുക. എന്തൊക്കെ? ഗവൺമെൻറ് ടൈറ്റിൽസ് സറണ്ടർ ചെയ്യുക, സിവിൽ സർവീസ്, ആർമി ആണെങ്കിലും പോലീസ് ആണെങ്കിലും കോർട്സ് ആണെങ്കിലും ബോയ്ക്കോട്ട് ചെയ്യുക, സ്കൂൾസും ഫോറിൻ ഗുഡ്സും ബോയ്ക്കോട്ട് ചെയ്യുക, കംപ്ലീറ്റ് സിവിൽ ഡിസൊബീഡിയൻസ്. അതായിരുന്നു ഗാന്ധിജിയുടെ ഐഡിയ. അപ്പോൾ ഒരു പരിധി വരെ അത് സക്സസ്ഫുള്ളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സിറ്റീസിലൊക്കെ ആകുമ്പോൾ, ടൗൺസിലൊക്കെ ആയിരുന്നെങ്കിൽ എഡ്യൂക്കേഷൻ, സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ എഡ്യൂക്കേഷൻ ബോയ്ക്കോട്ട് ചെയ്യപ്പെട്ടു. ലോയേഴ്സ് പ്രാക്ടീസുകൾ നിർത്തി. പിന്നെ ഫോറിൻ ക്ലോത്ത്സിൻ്റെ ഉപയോഗം, കംപ്ലീറ്റ്ലി ബോയ്ക്കോട്ട് ചെയ്തു. ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീൻ്റെ, ഹാൻഡ്ലൂം ഇൻഡസ്ട്രീൻ്റെ ഒരു വളർച്ചയായിട്ടും ഈ ഒരു മാറ്റത്തിനെ അവർ ഉൾക്കൊണ്ടു. ഇതൊക്കെയാണ് നമ്മുടെ മൂവ്മെൻറ്റിൻ്റെ സമയത്ത്, നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ സമയത്ത് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ ആ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് സിറ്റീസിൽ മാത്രമല്ലായിരുന്നു, ട്രൈബൽസിൻ്റെ ഇടയിലാണെങ്കിലും കൺട്രി സൈഡിലാണെങ്കിലും അത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കൺട്രി സൈഡിൽ ബാബ രാമചന്ദ്രൻ്റെ നേതൃത്വത്തിൽ താലൂക്ക്ദാർസിനെതിരെ കർഷകർ സമരം നയിക്കുകയാണ്. പിന്നെ ജവഹർലാൽ നെഹ്റു ആ സമയത്താണ് ഇന്ത്യയിലാകമാനമുള്ള വില്ലേജുകളിൽ സന്ദർശനം നടത്തിയിട്ട് അവരുടെ കർഷകരുടെയും വില്ലേജേഴ്സിൻ്റെയും ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പര്യടനം പോലെ നടത്താണ്. പിന്നെ നമ്മുടെ എന്താ പറയുക, ട്രൈബൽസിൻ്റെ ഇടയിലുള്ള കേസ് എന്ന് പറയുന്നത്, ഈ ബ്രിട്ടീഷേഴ്സിൻ്റെ ഈ ഓപ്പറേഷൻ ട്രൈബൽസിൻ്റെ ഇടയിലും ഭയങ്കരമായിരുന്നു. അവരുടെ ആവശ്യങ്ങളും അവരുടെ അവകാശങ്ങളും നിഷേധിച്ചു. ഈ ഫയർവുഡ് കളക്ട് ചെയ്യുക, അതേപോലെ ഗ്രേസിങ്, അതൊന്നും പാടില്ല. അതായത് അവരുടെ ഏരിയയിൽ ചെന്നിട്ട് അവരുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിനൈ ചെയ്യുന്നു. പിന്നെ ഫോഴ്സ്ഡ് ബേഗർ, അതായത് ഫോഴ്സ്ഡ് ലേബറിന് നിർബന്ധിക്കുന്നു. അങ്ങനെ ഗാന്ധിജിയുടെ ഐഡിയോളജി, ഗാന്ധിജിയുടെ ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ ഐഡിയോളജി എന്താണ്? ഈ
ട്രൈബൽ ഏരിയയിലും നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്. ഈ അല്ലൂരി സീതാറാം രാജു എന്ന് പറയുന്ന ഒരു യങ് ആയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയോ ഹീറോന്നോ എന്തേ പറയാം, അങ്ങനെ ഈ ട്രൈബൽ ഏരിയയിൽ നിന്നുള്ള ഒരാളായിരുന്നു. ഗാന്ധിയുടെ ഐഡിയോളജിയിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ആളായിരുന്നു. പക്ഷേ ഇയാൾ എന്താണ് ക്ലെയിം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇയാൾക്ക് എന്തൊക്കെയോ കുറച്ച് സ്പെഷ്യൽ പവേഴ്സ് ഉണ്ട്. ഈ സ്പെഷ്യൽ പവേഴ്സ് വെച്ചിട്ട് ബ്രിട്ടീഷേഴ്സിനെതിരെ നയിക്കാൻ പറ്റും, അല്ലെങ്കിൽ അവർക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഗാന്ധിജിയെ പോലെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് കൊണ്ട് കാര്യമില്ല. ഫോഴ്സ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിസിക്കൽ അഗ്രഷൻ കൊണ്ട് മാത്രമേ ഇത് ജയിക്കാൻ പറ്റുള്ളൂ എന്നാണ് അല്ലൂരി സീതാറാം രാജുവിനെ പോലെയുള്ള ട്രൈബൽസിന്റെ ഒരു ആവശ്യം. അങ്ങനെ ഇദ്ദേഹം അല്ലൂരി സീതാറാം രാജു പോലീസ് സ്റ്റേഷനെതിരെ അറ്റാക്ക് ചെയ്യാണ്. ബ്രിട്ടീഷ് ഒഫീഷ്യൽസിന് ടാർഗറ്റ് ചെയ്തുകൊണ്ട് പോലീസിനെതിരെ അറ്റാക്ക് ചെയ്യുന്നു. ആ അറ്റാക്കിൽ പിടിച്ചിട്ട് പിന്നെ ഹാങ് ചെയ്യപ്പെടുകയാണ്. ബേസിക്കലി എത്രത്തോളമാണ് ഗാന്ധിജി ഓരോ വിഭാഗത്തിലുള്ള ആൾക്കാരെയും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളത് എന്നാണ് ഇത് കാണിക്കുന്നത്. പക്ഷേ 1922 മാർച്ചിൽ ഗാന്ധിജി ഈ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് കോൾ ഓഫ് ചെയ്യണം. അതായത് നോൺ വയലൻസ് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുള്ള ഈ ഒരു മൂവ്മെന്റ് ഭയങ്കര രീതിയിൽ വയലന്റ് ആവുന്നത് ഗാന്ധിജി മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. പോരാത്തതിന് വലിയൊരു മാസ് സ്ട്രഗിളിന് മുന്നേ സത്യാഗ്രഹീസിന് പ്രോപ്പർ ട്രെയിനിങ് വേണമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഇതിൽ കൂടാതെ തന്നെ വലിയൊരു കോൺഫ്ലിക്റ്റ് എന്താണ് വന്നതെന്ന് വെച്ചാൽ, കോൺഗ്രസിൻ്റെ ഉള്ളിലുള്ള സെറ്റ് ഓഫ് ലീഡേഴ്സ് ഈ ഒരു മാസ് മൂവ്മെൻറ്റിൽ ഒരു ടയേർഡ് ആവാൻ തുടങ്ങി. അവർക്കൊരു വൈമുഖ്യം വരാൻ തുടങ്ങി. ആൻഡ് ദേ ഡിമാൻഡഡ് ഈ പൊളിറ്റിക്കൽ കൗൺസിലിലേക്കുള്ളൊരു എൻട്രി. ഈ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷനെതിരെ ഫൈറ്റ് ചെയ്യണമെങ്കിൽ കൗൺസിലിൻ്റെ ഉള്ളിൽ കയറി പറ്റണം, എങ്കിലേ കാര്യമുള്ളൂ എന്ന് വാദിക്കാൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് ഓഫ് ലീഡേഴ്സ് ഉണ്ടായിരുന്നു. സോ അവർക്ക് ബേസിക്കലി എന്താണ് വേണ്ടത്? കൗൺസിലിൽ 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919 തുടങ്ങിയിട്ടുള്ള പ്രൊവിൻഷ്യൽ കൗൺസിലിൽ ആ ഇലക്ഷനിൽ മത്സരിക്കാൻ അവർക്ക് റൈറ്റ് വേണം. അതായിരുന്നു ഒരു സെറ്റ് ഓഫ് ലീഡേഴ്സിൻ്റെ ആവശ്യം. അങ്ങനെ കോൺഗ്രസിൻ്റെ ഉള്ളിൽ ഒരു ടെൻഷൻ രൂപീകരിക്കപ്പെടുകയാണ്. CR ദാസിനെയും മോത്തിലാൽ നെഹ്റുവിനെയും പോലെയുള്ള സീനിയർ ലീഡേഴ്സ് കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെ സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നു. അതേസമയം സുഭാഷ് ചന്ദ്രബോസിനെയും നെഹ്റുവിനെയും പോലുള്ളവർ മാസ് അജിറ്റേഷനുമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പം ഇതാണ് നമ്മുടെ കോൺഗ്രസിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഇന്ത്യൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. പക്ഷേ അതിന് പുറമെ മറ്റ് 2 റീസൺസും കൂടെ ആ സമയത്ത് ഇന്ത്യയുടെ ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെന്റിന്, ഒരു പൊളിറ്റിക്കൽ ചേഞ്ചിന് കാരണമായിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഫസ്റ്റത്തെ റീസൺ എന്താണ്? വേൾഡ് എക്കണോമിക് ഡിപ്രഷൻ. ആ സമയത്ത് വേൾഡ് എക്കണോമിക് ഡിപ്രഷൻ്റെ സമയത്ത് ഇന്ത്യയിലെ അഗ്രികൾച്ചർ പ്രൈസസ് എല്ലാം കൊളാപ്സ് ആവാൻ തുടങ്ങി. കർഷകർക്ക് അവരുടെ ഹാർവെസ്റ്റ് ഒന്നും സെല് ചെയ്യാൻ പറ്റുന്നില്ല, റവന്യൂ മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ടാക്സ് അടയ്ക്കാൻ പറ്റുന്നില്ല. അങ്ങനെ 1930 ഇന്ത്യയുടെ കൺട്രി സൈഡ് എന്ന് പറയുന്നത് വാസ് ഇൻ എ ഹ്യൂജ് ടർമോയിൽ. ആൻഡ് ദ സെക്കൻഡ് വൺ വാസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അബൌട്ട് ദ സൈമൺ കമ്മീഷൻ. അപ്പോൾ സർ ജോൺ സൈമണിൻ്റെ നേതൃത്വത്തിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷനെ ഇന്ത്യയിലേക്ക് അയക്കുകയാണ് ബ്രിട്ടൻ. എന്തിനു വേണ്ടിയിട്ടാണ്? ടു സ്റ്റഡി ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റം, ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റത്തിനെ പറ്റി പഠിക്കാനും ചേഞ്ചസ്, ആവശ്യമുള്ള മാറ്റങ്ങൾ സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു കമ്മീഷന് സർ ജോൺ സൈമണിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മീഷനെ ഇന്ത്യയിലേക്ക് അയക്കുകയാണ് 1928. പക്ഷേ ദർ വാസ് എ പ്രോബ്ലം. ഇന്ത്യൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റത്തിനെ പറ്റി പഠിക്കാനുള്ള ഈ കമ്മിറ്റിയിൽ ഒരൊറ്റ ഇന്ത്യക്കാരൻ പോലും ഉണ്ടായിരുന്നില്ല. ആൻഡ് അത് തന്നെയായിരുന്നു ഇവിടെ ഭയങ്കര പ്രശ്നമായിട്ടുള്ളത്. അങ്ങനെ 1928 സൈമൺ കമ്മീഷൻ ഇവിടെ ഇന്ത്യയിൽ ലാൻഡ് ചെയ്യുമ്പോൾ അവരെ വെൽക്കം ചെയ്തത് ഗോ ബാക്ക് സൈമൺ എന്നുള്ള സ്ലോഗനോട് കൂടിയിട്ടുള്ള മാർച്ചുകളാണ്. അങ്ങനെ ഈ പ്രൊട്ടസ്റ്റിൽ കോൺഗ്രസും മുസ്ലിം ലീഗും അടക്കം ഇന്ത്യയിലുള്ള എല്ലാ പാർട്ടികളും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടു വിൻ ദം ഓവർ, ഇവരെ എല്ലാവരെയും ഒന്ന് അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ട് 1929 ലോർഡ് ഇർവിൻ മറ്റൊരാശയം മുന്നോട്ട് വയ്ക്കുകയാണ്. അതായത് ഡൊമീനിയൻ സ്റ്റാറ്റസ് ഓഫ് ഇന്ത്യ. ഇന്ത്യക്ക് ഡൊമീനിയൻ സ്റ്റാറ്റസ് കൊടുക്കാമെന്നും ഫ്യൂച്ചർ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വയ്ക്കുകയാണ്. പക്ഷേ നമ്മുടെ കോൺഗ്രസിൻ്റെ ഉള്ളിലുള്ള റാഡിക്കൽസ്
സുഭാഷ് ചന്ദ്രബോസിനെയും ജവഹർലാൽ നെഹ്റുവിനെയും പോലെയുള്ള റാഡിക്കൽസ് ഇതിലൊട്ടും കൺവിൻസ്ഡ് അല്ലായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യാണ്, അവർ 1929 ഡിസംബറിലെ ലാഹോർ സെഷനിൽ വെച്ചിട്ട് ഇന്ത്യക്ക് ഡൊമീനിയൻ സ്റ്റാറ്റസ് അല്ല, പൂർണ്ണ സ്വരാജ് വേണം, അതായത് ഫുൾ ഇൻഡിപെൻഡൻസ് വേണം എന്ന് ആവശ്യപ്പെടുകയും ജാനുവരി 26, 1930 ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യും എന്നും ആഹ്വാനം ചെയ്യുന്നു. പക്ഷേ ഈ ഒരു ആഹ്വാനം അല്ലെങ്കിൽ ഈ ഒരു സെൻസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് കുറച്ച് ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുടെ ഉള്ളിൽ മാത്രമേ ഉണ്ടായുള്ളൂ. അതായത് സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് ഈ ഒരു സെൻസ് ഓഫ് ഫ്രീഡം എത്തിയിട്ടില്ല. അപ്പോൾ ഈ ഒരു സെൻസ് ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രീഡം ഈ ഒരു ബ്രിട്ടീഷ് കൊളോണിയൽസിൽ നിന്നും എന്തുകൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് കടക്കണം എന്നുള്ള ആ ഒരു ഇനിയും സമയം അതിക്രമിച്ചു പോയി എന്നുള്ള ഒരു ഐഡിയ ആളുകൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങളിൽ കൈ എത്തേണ്ടതുണ്ട് എന്ന് ഗാന്ധിജി മനസ്സിലാക്കുകയാണ്. അങ്ങനെയാണ് സാൾട്ട് മാർച്ച്, ദണ്ഡി മാർച്ച് ഗാന്ധിജി മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഉപ്പ് സത്യാഗ്രഹം അല്ലെങ്കിൽ സോൾട്ട് മാർച്ച്. എന്തുകൊണ്ടാണ് സോൾട്ട് ഒരു സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ ഈ സോൾട്ട് എന്ന് പറയുന്നത് ഒരേപോലെ എല്ലാവരും, പുവർ ആണെങ്കിലും റിച്ച് ആണെങ്കിലും ഒരേപോലെ എല്ലാവരും കൺസ്യൂം ചെയ്യുന്ന ഒരു സാധനമാണ്. ആൻഡ് ഈ സോൾട്ടിൽ ബ്രിട്ടീഷ് ടാക്സ് ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജാനുവരി 31, 1930 ഗാന്ധിജി ലോർഡ് ഇർവിന് ഒരു ലെറ്റർ അയക്കുകയാണ്. 11 ഡിമാൻഡ്സ് ഒരു 11 ഡിമാൻഡ്സോട് കൂടിയിട്ട് ഒരു ലെറ്റർ അയക്കുകയാണ്. അതിൽ പകുതിയും അല്ലെങ്കിൽ കുറച്ച് ജനറൽ കാര്യങ്ങളായിരുന്നെങ്കിൽ മറ്റു ചിലതൊക്കെ എന്തായിരുന്നു, കുറച്ച് സ്പെസിഫിക് ക്ലാസസിനെ അല്ലെങ്കിൽ പെസൻസിനെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലിസ്റ്റിനെ എല്ലാവരും സ്പെസിഫൈ ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അതിലൊന്നായിരുന്നു സോൾട്ടിൻ്റെ മുകളിലുള്ള, ഉപ്പിൻ്റെ മുകളിലുള്ള ടാക്സ് എടുത്തു കളയണം എന്നുള്ളത്. അതില്ലെങ്കിൽ മാർച്ച് 11 കൂടിയിട്ട് ഇത് എടുത്തു കളഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഈ 11 ആവശ്യങ്ങളും ഡിമാൻഡ്സും നിങ്ങൾ സമ്മതിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ഫേസ് ചെയ്യേണ്ടി വരും, ഒരു മാസ് സിവിൽ ഡിസൊബീഡിയൻസ് ഫേസ് ചെയ്യേണ്ടി വരും എന്ന് ലെറ്റർ അയക്കുകയാണ്. അങ്ങനെ ഏപ്രിൽ 6, 1930 ഏപ്രിൽ 6 ഇന്ത്യയുടെ പല ഭാഗത്തും ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സബർമതി തീരത്താണെങ്കിൽ ഇന്ത്യയുടെ പല ഭാഗത്തും മറ്റ് നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഈ സോൾട്ട് സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹം നടക്കുകയാണ്. അങ്ങനെ ദാറ്റ് മാർക്സ് ദി സ്റ്റാർട്ട് ഓഫ് സിവിൽ ഡിസൊബീഡിയൻസ്. പക്ഷേ ഈ ഒരു ഉപ്പ് സത്യാഗ്രഹം മാത്രമല്ല, ഈ ഉപ്പ് സത്യാഗ്രഹത്തിൽ നിന്ന് തുടങ്ങി പല രീതിയിലേക്ക് പല ഡിഫറെൻറ്റ് കൈൻഡിലേക്ക് ഈ ഒരു മൂവ്മെൻറ്റ് സ്പ്രെഡ് ആവുകയാണ്. ഏതൊക്കെ രീതിയിൽ? മെയിൻലി ഈ നോൺ കോപ്പറേഷൻ എന്നതിനേക്കാളും ഉപരി ആക്റ്റീവ് ലോ ബ്രേക്കിംഗ് ആയിരുന്നു. ബ്രിട്ടീഷ് ഇമ്പോസ് ചെയ്തിട്ടുള്ള പല നിയമങ്ങളും തെറ്റിയുക എന്നുള്ളതായിരുന്നു ഈ സിവിൽ ഡിസൊബീഡിയൻസിൻ്റെ മെയിൻ ഐഡിയ. അങ്ങനെ നാഷൻ വൈഡ് ആയിട്ട് സോൾട്ട് മാനുഫാക്ചർ ചെയ്യുന്നു, ഗവൺമെൻറ് ഫാക്ടറീസ് പിക്കറ്റ് ചെയ്യുന്നു, എഡ്യൂക്കേഷൻ ബോയ്ക്കോട്ട് ചെയ്യുന്നു, ബാക്കി എല്ലാ ഗവൺമെൻറ് ഫെസിലിറ്റീസും ബോയ്ക്കോട്ട് ചെയ്യുന്നു, വില്ലേജ് ഓഫീസേഴ്സ് റിസൈൻ ചെയ്യുന്നു. മൊത്തത്തിൽ ഗവൺമെൻറ്റിനെ ഒരു ടെൻഷനിലേക്ക് കൊണ്ടുപോകുന്നു. ആൻഡ് ഇതിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് അലേർട്ട് ആവുന്നു. ഈ ഒരു ഇതിൽ എന്താ പറയുക, മുന്നിൽ നിൽക്കുന്ന നേതൃനിരയിൽ നിൽക്കുന്ന ഒരു വിധപ്പെട്ട ലീഡേഴ്സിനെ മൊത്തം അറസ്റ്റ് ചെയ്യുന്നു. ഈവൻ ഗാന്ധിനെ വരെ അറസ്റ്റ് ചെയ്യുന്നു. ആൻഡ് പ്രൊട്ടസ്റ്റേഴ്സിനെ എല്ലാവരും അടിച്ചമർത്തുന്നു. ആൻഡ് വൺസ് മോർ ഗാന്ധി സിവിൽ ഡിസൊബീഡിയൻസും കോൾ ഓഫ് ചെയ്യുന്നു. ആൻഡ് ദെൻ ആണ് ദ ഫേമസ് ഗാന്ധി ഇർവിൻ പാക്ട്. ഈ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട്, ഈ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട് മാർച്ച് 5, 1931 ഗാന്ധി ഇർവിൻ പാക്ട് വരുന്നു. മൂവ്മെൻറ്റ് കോൾ ഓഫ് ചെയ്യുന്നു. ഗാന്ധിജി എന്തിന് സമ്മതിക്കുന്നു? സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിന് സമ്മതിക്കുന്നു. അങ്ങനെ ഡിസംബർ 1931 സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിന് വേണ്ടിയിട്ട് ഗാന്ധിജി ലണ്ടനിലേക്ക് പോവാണ്. പക്ഷേ അതൊരു ഫെയിലിയർ ആയിരുന്നു. ആവശ്യങ്ങളൊന്നും അവർ അംഗീകരിച്ചില്ല. അങ്ങനെ അട്ടർ ഫെയിലിയർ ആയിട്ടാണ് തിരിച്ച് ഗാന്ധിജി ഇന്ത്യയിലേക്ക് വരുന്നത്. ആൻഡ് ഹി ഡിസൈഡഡ് ടു റീലോഞ്ച് ദ സിവിൽ ഡിസൊബീഡിയൻസ് ബൈ 1932. പക്ഷേ ഇനീഷ്യലി തുടങ്ങിയ ആ സമയത്തുള്ള ഒരു മൊമെൻ്റ് അതിന് നഷ്ടപ്പെടുകയും 1934 ആകുമ്പോഴത്തേക്ക് സിവിൽ ഡിസൊബീഡിയൻസ് നിർത്തേണ്ടി വരികയും ചെയ്യുന്നു. ആൻഡ് വൈ
സിവിൽ ഡിസൊബീഡിയൻസ് എന്തൊക്കെയാണ് സിവിൽ ഡിസൊബീഡിയൻസ് ലിമിറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൽ കുറേ ലിമിറ്റേഷൻസ് ഉണ്ടായത് സെക്കൻഡ് ലോഞ്ച് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും. രണ്ടാമത്, നോട്ട് ഓൾ സോഷ്യൽ ഗ്രൂപ്പ്സ് വർ ഇൻസ്പയർഡ് ബൈ ദ ഐഡിയ ഓഫ് സ്വരാജ്. ആദ്യമേ പറഞ്ഞു ഈ ഫ്രീഡം അല്ലെങ്കിൽ സ്വരാജ് എന്നുള്ള ഒരു ഐഡിയ ഈ താഴേക്കിടയിലുള്ള ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. ഒരു കൈൻഡ് ഓഫ് കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു നോർത്തേൺ ഇന്ത്യയിലെ അല്ലെങ്കിൽ വെസ്റ്റേൺ ഇന്ത്യ ആ ഒരു ഭാഗത്തേക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഈ സാധാരണ ജനങ്ങളിലേക്ക് അത് എത്തിയിട്ടില്ല. ആൻഡ് ദളിറ്റ്സ്, ഓഫ് കോഴ്സ് ദളിറ്റ്സ് അൺടച്ചബിൾസ് ബിഗൺ കോളിംഗ് ദംസെൽസ് ദളിത് ഒപ്രസ്ഡ്. അതായത് അവരുടെ ഒപ്രസ്ഡ് ആയിട്ട് കണക്കാക്കി. 1930 കൂടിയാണ് അവർ ഒപ്രസ്ഡ് ആയിട്ട് കണക്കാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ 1934 ആകുമ്പോഴത്തേക്ക് സിവിൽ ഡിസൊബീഡിയൻസ് കോൾ ഓഫ് നിർത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ള മെയിൻ പോയിന്റ്സ്. അപ്പോൾ ഈ ഫസ്റ്റ് നമ്മൾ 1915 ഗാന്ധിജീൻ്റെ അറൈവൽ പറഞ്ഞു, 1917 സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്തത് പറഞ്ഞു, അതിൻ്റെ ശേഷം എന്ത് പറഞ്ഞു, റോളത്ത് ആക്ട് പറഞ്ഞു, ജാലിയൻ വാലാബാഗ് പറഞ്ഞു, നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് പറഞ്ഞു, സിവിൽ ഡിസൊബീഡിയൻസ് പറഞ്ഞു. ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ള മെയിൻ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ്. താങ്ക് യു.